സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിന്ന് വെങ്കോട്ടൻ സ്ഥലത്താണ്. ഇവിടെ ഒരു അമ്മയും മകനും പശു വളർത്തൽ കൃഷി വളരെ വിജയകരമായി ചെയ്യുന്നുണ്ട്. അമ്മയുടെ പേര് സുലോചനയും മകന്റെ പേര് പ്രകാശൻ എന്നാണ്. നമുക്ക് അവരോട് പശുവിനെ വളർത്തുന്ന പശു കൃഷിയെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. പ്രകാശ അമ്മ നമസ്കാരം. നമസ്കാരം. എത്ര വർഷമായി നമ്മള് പശു കൃഷി ആരംഭിച്ചിട്ട്? പുരോഗമിച്ചിട്ട് ഇപ്പൊ 4 വർഷമേ ആയുള്ളൂ. തുടങ്ങിയിട്ടെ ഞാൻ 10-15 വർഷമായി വളർത്തു തുടങ്ങിയിട്ട്. പ്രകാശം എത്ര ആളെ നാട്ടിൽ വന്ന് ചെയ്യാൻ തുടങ്ങിയത്? എത്ര വർഷം? 4 വർഷം ഞാൻ വന്നിട്ടാണ് വിപുലീകരിച്ച് തുടങ്ങിയത്. നേരത്തെ ഗൾഫിലായിരുന്നു അല്ലേ? ഞങ്ങളുടെ ഫാമില് എല്ലാ പശുക്കൾക്കും പേരുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേര് പറയാം. സഹി, തുമ്പി, ലക്ഷ്മി, ഗീറ്, കൊമ്പി, മുത്ത്, ലച്ചു, മുട്ട, കുഞ്ഞുമുത്ത്, അരിശി, നന്ദു, ഫഹി, ലച്ചു, കാന സെക്കൻഡ്, കിങ്ങിണി, അമ്മു, കാനം ഫോർത്ത്, പ്രസീത, മൊട്ട, ലക്ഷ്മി, നന്ദു, കവിയൂരമ്മ, പാറു, ബിന്ദു, കറമ്പൻ, കണ്ണകി, ആവൂഫ്, മുത്തപ്പൻ, നന്ദു, മൊട്ട. അപ്പൊ ഇതിന്റെ ആ പശു കൃഷിയുടെ കാര്യങ്ങൾ, പശു വളർത്തലിന്റെ കാര്യങ്ങളെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താമോ? എങ്ങനെയാ നിങ്ങളുടെ ക്രമീകരണങ്ങളെ, കാര്യങ്ങളെ, രാവിലെ തുടങ്ങുന്ന ആ ദിനചര്യ ഉണ്ടല്ലോ, ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ? നമ്മുടെ 3 മണിയാകുമ്പം രാവിലെ 3 മണിക്ക് കൃത്യം 3 മണിക്കിടയിൽ പരിപാടികൾ ഓപ്പൺ ആകും. 3 മണിക്കെന്ന് പറഞ്ഞാൽ ആദ്യമേ പശുവിനെ കുളിപ്പീര, ഒരു ഹെൽപ്പറുണ്ട്, ഒരു സൈഡിൽ നിന്ന് പുള്ളി കുളിപ്പിച്ചു പോകും. പിന്നെ അപ്പം കറവേൻ തുടങ്ങും. ഒരു സൈഡ് ക്ലീൻ ആക്കുക, ഒരു സൈഡിൽ നിന്ന് കറവ് തുടങ്ങുക. അങ്ങനെ 3 സെക്ഷനും കഴിയും. അതിനോടൊപ്പം തന്നെ കുളിപ്പീര് കഴിഞ്ഞ ഉടനെ അതിനുള്ള ആഹാരം, കച്ചിയോ പുല്ലോ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കും. അത് കഴിഞ്ഞ് പാല് കൂടുതലും കവറടിച്ചാണ് പോകുന്നത്. കവറടിച്ച് കടകൾക്ക് പോകും. അപ്പോൾ അമ്മയും വൈഫും കവറടിക്കാനും ഒക്കെ ആയിട്ട് അവരങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് ഒരു 8 മണിയാകുമ്പോൾ അമ്മയാണ് കൂടുതലും കുടിയുടെ കാര്യം. പിന്നെ കാലിത്തീറ്റയായിട്ടില്ല, വെള്ളം പിണ്ണാക്കും ധാന്യപ്പൊടിയും പരുത്തിക്കുരുവാണ് നമ്മൾ കൊടുക്കുന്നത്. അത് മാത്രമേ കൊടുക്കുന്നുള്ളൂ? അത് മാത്രമേ. രാവിലെയും വൈകിട്ടും അത് തന്നെ വെള്ളം പിണ്ണാക്കും ധാന്യപ്പൊടി പരുത്തിക്കുരു. അപ്പൊ ഒരു പശുവിന് ഏകദേശം എത്ര? അത് പാലുൽപാദനത്തിന്റെ അനുസരിച്ചാണ് കൊടുക്കുന്നത്. എങ്കിലും മിനിമം ധാന്യപ്പൊടി ഒരു പശുവിന് 3 കിലോ 3.5 കിലോ വരെ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം വേണ്ടി വരും? ഒരു നേരം. അപ്പൊ കൊടുക്കുന്ന 2 നേരം കൊടുക്കുന്നു. പിന്നെ അത് കൂടാതെ അതിന് തീറ്റ വേറെ തന്നെ കൊടുക്കുന്നേ? പച്ചപ്പുല്ല്, വൈക്കോല്, 2 മണി ഇവിടെ കൂടുതൽ കൊടുക്കുന്നത്. പച്ചപ്പുല്ല് എവിടെ നിന്ന് കളക്ട് ചെയ്യും? തന്നെ പോയി ചെയ്യണോ, വാങ്ങിക്കണോ എവിടെയെങ്കിലും? പച്ചപ്പുല്ല് നമുക്ക് കൃഷി ചെയ്തേക്കുന്ന ബ്ലോക്ക് പുല്ല് കുറച്ച് കൊടുക്കും. ബാക്കിയുള്ളത് നമ്മളെ പാടത്തുനിന്ന് ചെത്തിയെടുക്കുവാണ്. ഞാനും പണിക്കാരുടെ പോകുന്നു. രാവിലത്തെ എന്നാ പറയുന്നത്, നിങ്ങളുടെ പശു കറവയ്ക്ക് ശേഷം പിന്നെ ഇതിന്റെ ക്ലീനിങ്ങും കുളിപ്പീരും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാമോ? രാവിലെ കുളിപ്പീരും ക്ലീനിങ്ങും കഴിഞ്ഞിട്ടാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ ചെയ്തിട്ട്. പിന്നെ 8 മണിയാകുമ്പോഴത്തേക്കാണ് അമ്മ കുടിയെല്ലാം കൊടുത്ത് റെഡിയായി കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ പുല്ലും കൊണ്ടുവന്നിട്ട് വീണ്ടും കുളിപ്പിക്കും. ഉച്ചക്കത്തേക്കുള്ള കുളിപ്പീരും കാര്യങ്ങളും കഴിയും. അപ്പൊ 2 കുളിപ്പീര് ഒരു ദിവസം 3 കുളിപ്പീരുണ്ട്. അപ്പൊ ഉച്ചക്കത്തെ കുളിപ്പീരെല്ലാം കഴിഞ്ഞിട്ട് ഒരു 12:30 ആകുമ്പോൾ കറവ് തുടങ്ങും. കറവ് തുടങ്ങി ഒരു 2:45 ആകുമ്പോഴത്തേന് കറവ് തീരും. അപ്പം കറവ് തുടങ്ങുമ്പം തന്നെ ഞങ്ങൾക്ക് പച്ചപ്പുല്ല് കൊടുക്കും. പച്ചപ്പുല്ലോ വൈക്കോലോ എന്തുവാണ് അന്നത്തെ ലഭ്യത അനുസരിച്ചുള്ളത് ആഹാരം അതിന് കൊടുക്കും. അത് കഴിഞ്ഞ് പാല് കവറൊക്കെ അടിച്ച് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 4:45-5 ആകുമ്പോൾ വൈകിട്ടത്തെ പിണ്ണാക്കയറ്റം കൊടുക്കും. കൊടുത്തു കഴിഞ്ഞ് പിന്നെ കൂടെ കഴുകി അവരെ കുളിപ്പിച്ച് കുടിക്കാൻ പച്ചവെള്ളം മാത്രം വെച്ചിട്ട് പരിപാടി ക്ലോസ് ചെയ്യും. വൈകിട്ട് എത്ര മണിയാകുമ്പോഴത്തേക്ക്? 7 മണിയാലും ആകും പണി തീരുമ്പോൾ. എല്ലാ ദിവസവും സെയിം ടൈം ടേബിൾ. പാൽ എങ്ങനെയാ കൊടുക്കുന്നത്? സൊസൈറ്റിയിൽ കൊടുക്കുമോ? അത് എങ്ങനെ കാര്യങ്ങളൊക്കെ? ഇപ്പം സൊസൈറ്റിയിൽ കുറവാണ് കൊടുക്കുന്നത്. കാരണം 4-5 പശുക്കളെ ചാനലും കറവ് വിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളത് മൊത്തം കവറടിച്ച് ബേക്കറികൾക്കാണ് കൂടുതൽ. കടകളിലും ബേക്കറിലാണ് കൊടുക്കുന്നത്. ഡെയിലി ഓർഡർ ഉണ്ടോ അവിടെ? ഡെയിലി ഓർഡർ ഉണ്ട്.
പ്രകാശ്, ഇതിനെക്കുറിച്ച് ഈ പശുക്കൾക്ക് സാധാരണ വരാറുള്ള രോഗങ്ങളെ, മറ്റുള്ള പ്രശ്നങ്ങളെ, കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? പശുക്കൾക്ക് കുളമ്പ് രോഗത്തിന്റെ വാക്സിൻ മൃഗാശുപത്രിയിൽ നിന്ന് എടുക്കാറുണ്ട്. അതെങ്ങനെയാ, അതിന്റെ സമയങ്ങൾ എങ്ങനെയാ? ഒരു 6 മാസത്തേക്കാണ് ഒരു ഇഞ്ചക്ഷന്റെ കാലാവധി പറയുന്നത്. നമ്മൾ മുന്നേറെ എടുക്കണം, അസുഖം ഇല്ലാത്തപ്പോൾ തന്നെ? അസുഖം ഇല്ലാത്തപ്പം കുളമ്പ് രോഗത്തിന് വാക്സിനേഷൻ വരുമ്പോൾ മുറയ്ക്ക് എടുക്കുന്നുണ്ട്. അവരിവിടെ വന്ന് വന്ന് എടുത്തോളൂ. ഡോക്ടർ തന്നെ വരുമോ? അതോ കമ്പൗണ്ടർ ആയിരിക്കും കൂടുതലും വരുന്നത്. പിന്നെ ഇപ്പം പുതിയതായിട്ട് വരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചർമ്മമുഴ എന്ന് പറയുന്ന അസുഖങ്ങളുണ്ട്. ഒന്നുകൂടെ പറയാമോ? ചർമ്മമുഴ, എംബി സ്കിൻ എന്ന് പറയുന്ന ഒരു അസുഖങ്ങളുണ്ട്. തൈലേറിയ, അനാപ്ലാസ്മ, അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ എങ്ങനെയാണെന്നുള്ള കാര്യം? പവീസിയ, ഈ 3 അസുഖങ്ങളാണ് പുതിയതായിട്ട് കൂടുതൽ കർഷകർക്ക് നഷ്ടം വരുത്തുന്നത്. തൈലേറിയ വന്നു കഴിഞ്ഞാൽ പാലുൽപാദനം പോവും. പശുക്കൾ ആ സമയത്ത് ട്രീറ്റ്മെന്റ് ചെയ്താൽ പശുവിന്റെ അപായപ്പെടാൻ സാധ്യത കൂടുതലാണ്. എങ്ങനെ അതിന്റെ വിശദീകരിക്കുക രോഗലക്ഷണങ്ങൾ? ഇപ്പം കേരളത്തിലുള്ള എല്ലാ പശുക്കളെയും ചെക്ക് ചെയ്താലും തൈലേറിയ 1+ ഉണ്ട്. എല്ലാത്തിനും തമിഴ്നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്ക് കിട്ടിയൊരു സമ്പാദ്യമാണെന്നേ ഉള്ളൂ. കേരളത്തിൽ അവിടെ നിന്ന് വരുന്ന എല്ലാ പശുവിനും ഉണ്ട്. അവിടുത്തെ ക്ലൈമറ്റ് കുഴപ്പമില്ല, നമ്മുടെ കാലാവസ്ഥയുടെ വന്നു കഴിയുമ്പോൾ ഇത് കൂടുന്നുണ്ട്. അതിന്റെ രോഗലക്ഷണം എന്നാന്ന് പറയാം? തൈലേറിയയ്ക്ക് കൂടുതൽ പനി, വിട്ടുവിട്ടുള്ള പനിയാണ്. ഉൽപാദനം കുറയും, ജോയിന്റുകൾക്ക് നീരടിക്കും, പശുക്കളെ ക്ഷീണിക്കും, കണ്ടമാനം ക്ഷീണിക്കും. ഇതാണ് തൈലേറിയയ്ക്ക് വരുന്നത്. അനാപ്ലാസ്മിക്കും ടെമ്പറേച്ചർ കൂടിയും കുറഞ്ഞും വരും. അതേമാതിരി തീറ്റയും കൂടി എടുക്കൂല, പാലുൽപാദനം കുറയും, പശുക്കള് അമിതമായി ക്ഷീണിക്കും. അനാപ്ലാസ്മിക്ക് കണ്ടുപിടിച്ച അപ്പം തന്നെ ഇഞ്ചക്ഷൻ എടുക്കുവാണെങ്കിൽ രക്ഷപ്പെടും, പശുക്കൾ രക്ഷപ്പെടാറുണ്ട്. പിന്നെ പവീസിയ എന്ന് പറയുന്ന ബ്ലഡ് പോകുന്ന ഒരു അസുഖമാണ്. ബ്ലഡ് എന്ന് പറയാൻ മൂത്ര കാപ്പിപ്പൊടി കളറിൽ പോകും. ചാണകത്തിനല്ല, മൂത്രത്തിന്റെ കളറ് നമ്മുടെ കട്ടൻ ചായ മാതിരി പോകും. അത് അപ്പം തന്നെ ഇഞ്ചക്ഷൻ എടുക്കുവാണെങ്കിൽ 12 മണിക്കൂർ കൊണ്ട് റിക്കവറി ആകും. അത് കണ്ടുപിടിച്ചില്ല, അപ്പം ഇത് ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ അത് അപകടം ഉണ്ടാകും. ഈ 3 അസുഖം വന്നാലും ഗർഭിണികളായ പശുക്കൾക്കാണ് അബോർഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് 3 കർഷകർക്ക് ദോഷം ചെയ്യുന്നുണ്ട്. കറവയാണെങ്കിൽ കറവ കുറയും അല്ലേ? കറവ് 8-10 പാല് കറക്കുന്ന പശുക്കൾക്കാണെങ്കിൽ 4 ലിറ്റർ 3 ലിറ്ററിലൊക്കെ ആകും. ഈ അസുഖം മാറിക്കഴിഞ്ഞ് 1 മാസം വരെ എടുക്കും പഴയ രീതിയിൽ പാലുൽപാദനമായി വരാം. അമ്മ, ഒരു കുഞ്ഞു പശുക്കുട്ടിയെ കൈ കിട്ടിയ ശേഷം അതിനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് എന്നാ പറയുന്ന ആദ്യ പ്രസവം എടുത്ത് പിന്നെ അതിനുശേഷം പാല് കിട്ടുന്ന രീതി, ഒരു നല്ല രീതിയിൽ ഒരു 10-12 ലിറ്റർ കിട്ടുന്ന, ഒരു നേരം കറവയെ കിട്ടുന്ന പശുവാണെന്ന് കരുതിക്കോ. അപ്പൊ അതിന്റെ പരിപാലനവും വളർത്തു രീതിയും കുടി കൊടുക്കുന്ന കാര്യങ്ങളും തീറ്റയും എല്ലാം ഒന്ന് പറയാം, ഞങ്ങൾ പ്രേക്ഷകർക്ക് കൊണ്ട് പങ്കുവെക്കാവോ? ഞാനിവിടെ 2 ഇതുപോലെ വളർത്തി. ഒരു സഹിവാളും പിന്നെ ഒരു HF-ന്റെ കുഞ്ഞിനെ, മറ്റേ ബാക്കിയുള്ളതിനെയൊക്കെ കൊടുക്കും. പശുക്കളെ എണ്ണം കൊടുക്കും. ഇതുങ്ങളെ വളർത്തിയ ശേഷം 16 മാസമായതിനെ അവർക്ക് തടക്കോട് വന്നു. അവരെ കുത്തിവെച്ചു. ആദ്യമൊക്കെ കുത്തിവെപ്പിനെ തന്നെ ചന പിടിച്ചു. സഹിവാളിന് എത്ര പാല്? 12 പാല്. അതിന് ആദ്യത്തെ കടിഞ്ഞ പ്രസവത്തിന് 12 പാല് കിട്ടി. ഈ പറയുന്ന പോലെ അതിന് മറ്റസുഖങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ അതിന്റെ പരിപാലനം എന്ന് പറഞ്ഞാല് അതിന്റെ ഓരോ വളർച്ചയിലും ഞങ്ങള് വരഗുളിക കൊടുക്കുന്നത് അങ്ങേറ്റം നമ്മൾ ശ്രദ്ധിക്കണം. എത്ര മാസം കൂടുമ്പോ കൊടുക്കണം? ആദ്യം 15 ദിവസം കൂടുമ്പം കുഞ്ഞിലെ 15 ദിവസം. അത് കഴിയുമ്പം അത് എന്തെങ്കിലും മാറ്റം വയറ്റിന് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ 3 മാസം കൂടി, പിന്നെ 6 മാസം അങ്ങനെ കൊടുക്കുന്നത്. കുത്തിവെക്കുന്നിടം വരെ അത് കൊടുത്തുകൊണ്ടേയിരിക്കും. അന്നേരത്തെ സമയത്തെ അതിന്റെ തീറ്റയും കുടി കൊടുക്കുന്ന കാര്യം അത് വളരുന്ന അനുസരിച്ച് നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കും. അതിന് കൊടുക്കേണ്ട ആഹാരം എന്നായിരിക്കും കൊടുക്കുന്നത്? ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞ ധാന്യപ്പൊടി ഒന്നും കൊടുക്കത്തില്ല. ക്രാക്കൊക്കെയായിട്ടുള്ള ധാന്യപ്പൊടി വരുന്നുണ്ട്. അതും പരുത്തിക്കുരു എള്ളും പിണ്ണാക്കും കൂടെ ചേർത്ത് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞ് ഇതുവരെ ഡാക്കൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ഇത് വന്നിട്ടില്ല. പക്ഷെ നല്ല ഇത് പോകുന്നുണ്ട്. ചിലവര് അങ്ങനെ ഇരിക്കുമ്പോ അകിടി വീക്കം വരാറുണ്ട്. പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഉമ്പോലിക്കുന്നതും പരിപാലനവും പോലെ ഇരിക്കും ഇതിന്റെ അസുഖം.
അതായത് അതിന് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അതിന് മറ്റൊരു രോഗവും ഇല്ല. നമ്മുടെ ശ്രദ്ധയാണ് അതിലെ. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇരിക്കും ഈ പശുക്കളുടെ ആരോഗ്യവും ഉൽപാദനവും എല്ലാം അതുപോലെയാണ്. ഇപ്പം 3-4 ദിവസം കൊണ്ട് ഞാനൊന്ന് കയറിയില്ലാണ്ട് ഒന്നിന് അരുതഴിയായി എന്ന് പറഞ്ഞാൽ കുടിയിലോ തീറ്റിയിലോ എന്തോ ഇത് വന്നു കാണും. തീ തണുപ്പൊക്കെ അല്ലേ. അങ്ങനെയുണ്ട്. നമ്മുടെ ശ്രദ്ധ പോലെ നമ്മളൊരു കുഞ്ഞിനെ പരിപാലിക്കുന്ന പോലെയാണ് ഞാൻ ഈ കന്നുകാലിയെ പരിപാലിക്കുന്നത്. ഏകദേശം ഒരു ദിവസം എത്ര സമയം എടുക്കും ഇതിനു വേണ്ടി? ഇതിന്റെ പുറകെ രാവിലെ കുഞ്ഞ് കറക്കുന്ന പാല് വരുന്നത് ഞങ്ങൾ അടിക്കും. കവറടിച്ച് അത് പായിച്ച് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് കയറിയ പിന്നെ പാലും പാത്രം എല്ലാം കഴുകിയെല്ലാം വെക്കും. പണിക്കാരൻ കാപ്പി കുടിക്കാൻ പോകും. അത് കഴിഞ്ഞ് പിണ്ണാക്ക് കൊടുക്കാൻ കയറി കഴിഞ്ഞാൽ ഇവർ രാവിലെ അന്നേരം പുല്ലിന് പോകും പാടത്തെ. അന്നേരം ഞാൻ തന്നെയാണ് പിണ്ണാക്ക് കൊടുക്കുന്നത്. പിണ്ണാക്ക് കൊടുക്കാൻ കയറി കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂർ എടുക്കും. ഇത്രയും പേർക്ക് കൊടുത്തു വരാൻ. കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ വരും. നേരത്തേക്ക് പുൽക്കൂടും അവിടെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യും. എണ്ണത്തിൽ കുറവുള്ളപ്പോൾ ഞാനും മരുമോളും കൂടെ അങ്ങ് കുളിപ്പിക്കും ഒരു കൂടെങ്കിലും. ഇപ്പൊ എണ്ണത്തിൽ കൂടുതലായപ്പോൾ അത് നടക്കത്തില്ല. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാരും കൂടാണ് ജോലി ചെയ്യുന്നത്. എല്ലാരും ഒന്നുപോലെ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ കൊച്ചു നിൽക്കും. ഞങ്ങളെല്ലാരും കൂടെ ചെയ്യും. ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അവന് ആഹാരം കഴിച്ചോ ഇല്ലയോ അതോ പ്രശ്നമില്ല. അന്നേരം സമയം പോകും. ഒരു കൂടി വൃത്തിയാക്കി അവൻ കറക്കും. കറവക്കാരൻ അങ്ങനെ മുഴുവനും വിട്ടുകൊടുക്കത്തില്ല. എന്താന്ന് വെച്ചാൽ അകടി വീക്കം വരും. അതുകൊണ്ട് കറവക്കാരില്ല, കൂടെ പണിയുന്ന ആള് തന്നെ. അപ്പൊ അവൻ കുറച്ച് കറക്കുന്നുണ്ടോ? അവർ 3-4 പശുക്കള്, അതായത് തടിക്കറവ് വരുന്ന പാല് കുറവുള്ള വിടാറായ പശുക്കൾ, മനസ്സിലായി. പെറ്റ പശുക്കളെ കൊടുക്കത്തില്ല. അന്നേരം ഇവൻ കറക്കാനിരിക്കും. പിന്നെ ഭാര്യ പാലെടുത്തൊഴിക്കാനും അത് വീട്ടിൽ കൊണ്ടു തരാനും അവളാ നിൽക്കുന്നത്. അന്നേരത്തേക്ക് ഞാൻ കവറടിക്കും. അങ്ങനെ 3 മണിയാകുമ്പോ ഞങ്ങളുടെ ആ ജോലി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും 1 മണിക്കൂറേ ഉള്ളൂ റെസ്റ്റ്. ആ 1 മണിക്കൂർ കഴിഞ്ഞ് ഈ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 7 മണിയാണ്. 4 മണി മുതൽ 7 മണി വരെ പിന്നെ ജോലിയാ. അപ്പം ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് ഇല്ലാത്ത പണി, വിഷമം കൂടിയ പണി. പിന്നെ അതുപോലെ പ്രകാശ്, നമുക്ക് ഈ പശുവിന്റെ പരിപാലനത്തിന് ഇപ്പം ആശുപത്രി, മൃഗാശുപത്രി എന്നൊക്കെ പറഞ്ഞ പകൽ സമയത്തൊക്കെ അല്ലേ കാണത്തുള്ളൂ. പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ വരുവാണ്, അതിന് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ? എമർജൻസി നമുക്ക് ഇവിടെ ശശീന്ദ്ര ദേവദാസ് എന്ന് പറയുന്ന ഡോക്ടറുണ്ട്, പ്രൈവറ്റ് ആണ്. പുള്ളി വരും രാത്രി. എമർജൻസിയിൽ എന്തെങ്കിലും പ്രസവ കേസ് കേട്ടോ, എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള കേസ് കെട്ടില്, അതല്ലാത്ത ചെറിയൊരു അകടി വീക്കവോ അല്ല പനിയോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മരുന്നുകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ സ്വയം ഇഞ്ചക്ഷൻ എടുക്കും. ഡോക്ടറെ വിളിച്ച് സംസാരിക്കും, ഇന്ന മരുന്ന് കൊടുക്കുവാണെന്ന്. സ്വയം ഇഞ്ചക്ഷൻ എടുക്കും, മാറും. അകടി വീക്കത്തിനായാലും 90% നമ്മൾ സ്വയമായിരിക്കും ചെയ്യുന്നത്. മരുന്ന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ രാത്രിയിലാണെങ്കിലും മരുന്ന് ഓൾറെഡി ഡോക്ടർ ഇങ്ങനെയുള്ള കേസ് കേട്ട പശുക്കളുടെ എണ്ണം കൂടുതലുണ്ട്. കാൽസ്യം തൊട്ട് എല്ലാ മരുന്നുകളും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അകടി വീക്കത്തിനുള്ളതാണെങ്കിലും പനിക്കുള്ളതാണെങ്കിലും എല്ലാത്തിനും. ഗുളികകൾ കുറവാണ് കൊടുക്കുന്നത്, മൊത്തം ഇഞ്ചക്ഷൻ ആയിരിക്കും എന്നുള്ളതാണുള്ളൂ. എല്ലാ പശുവിനും കാൽസ്യം ടോണിക്ക് നിർബന്ധമായിട്ടും കൊടുക്കുന്നുണ്ട്. അത് എത്ര മാസം കൂടി കൊടുക്കുന്നു? അല്ലല്ല, കറവ പശുവിന് കാൽസ്യത്തിന്റെ ലിക്വിഡ് എല്ലാ ദിവസവും ഇതിന്റെ കൂടെ പിണ്ണാക്കാന്റെ കൂടെ 50 ml വെച്ച് എല്ലാ പശുവിനും കൊടുക്കുന്നുണ്ട്. ലിവർ ടോണിക്ക് ആഴ്ചയിൽ ഒരു 3 വട്ടം 4 പ്രാവശ്യം, 3 അല്ല 4 ദിവസം കൊടുക്കുന്നുണ്ട്. ഒന്നിരാടമായിട്ടാണല്ലോ അത് ഒരു 50 മില്ലി വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു എമൗണ്ട് വേണ്ടി വരില്ല അതിന് തന്നെ? ലിവർ ടോണിക്ക് 30 ലിറ്റർ വരുമ്പം ഹോൾസെയിൽ വില വന്നാൽ തന്നെ 3600 രൂപയോളം വരും. വലിയ ബോട്ടിലാണ് വാങ്ങുന്നതിന്? 30 ലിറ്ററിന്റെ. കാൽസ്യം അതേമാതിരി 30 ലിറ്റർ ലിക്വിഡ് 3800 രൂപയോളം ആവുന്നു. ഹിമാലയയുടെ. പ്രകാശ, ഇതിന്റെ നഷ്ടസാധ്യതകളെ പശുവിനെ വളർത്തിയിട്ട് നഷ്ടസാധ്യതകൾ കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്? നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? അത് എന്തൊക്കെ? 2022 കുളമ്പ് രോഗം വന്നിട്ട് 2.5 ലക്ഷം രൂപ പോയിട്ടുണ്ട്. ഒരു പശു മരണപ്പെട്ടു, 7 കിടാക്കള് മരണപ്പെട്ടു. പിന്നെ നിന്ന പശുക്കള് 5 പശു ഒഴിച്ച് ബാക്കി എല്ലാത്തിന് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത് റീസൈക്കിൾ ചെയ്തതാണ്.
പിന്നെ അതിന്റെ ഇൻഷുറൻസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നു? ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടില്ല. നമ്മൾ ചെയ്തിട്ടില്ല, ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അതെന്താ റീസൺ പറഞ്ഞ? അന്ന് റീസൺ എന്ന് പറയാൻ അന്ന് വൈറസ് രോഗമായിരുന്നു. രണ്ടാമതെന്ന് പറഞ്ഞാൽ ചന, ഈ കുളമ്പ് രോഗം വന്നു കഴിഞ്ഞാൽ പശു രക്ഷപ്പെട്ടിട്ടുണ്ട്, പോണക്കും ഉൽപാദനം പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഉൽപാദനം ആകാതെ നിന്ന പശുവുണ്ട്. അതിന് ഇൻഷുറൻസിന് ക്ലെയിം കൊടുത്തു കഴിഞ്ഞപ്പം അവർ വന്ന് പശുവിന്റെ അകടില്ല നോക്കിയിട്ട് അകടിന് കുഴപ്പമൊന്നുമില്ല, ഉൽപാദനം ഇല്ല, വീണ്ടും ട്രീറ്റ്മെന്റ് ചെയ്യാനാ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ അതിനെ ഒഴിവാക്കേണ്ടതായിട്ട് വന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പൊ ചത്തുപോയ പശുവിനും കിട്ടിയില്ല? ഇല്ല, കിട്ടിയില്ല. പിന്നെ അനാപ്ലാസ്മ വന്ന സമയത്ത് 2 പശു അനാപ്ലാസ്മ വന്ന് 75,000 രൂപയ്ക്ക് മേടിച്ച് 2 പശു അങ്ങനെ ഒരു 35,000 രൂപയ്ക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഉൽപാദനം കുറഞ്ഞു. 14 ലിറ്റർ പാല് കറന്നിട്ടുന്ന പശുവിന് അനാപ്ലാസ്മ വന്നു കഴിഞ്ഞിട്ട് 4 ലിറ്റർ പാലിലായി. 10 ലിറ്റർ കുറഞ്ഞു. പിന്നെ ഉൽപാദനത്തിലോട്ടാകാനും പിന്നെ അനാപ്ലാസ്മ തൈലേരമൊക്കെ വന്നു കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാലും പിന്നെ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ എളുപ്പം അവർ വീണ്ടും അസുഖങ്ങൾ കാണിക്കും. ഫുൾ റിക്കവറി ആകുന്നിടം വരെ നമുക്ക് സാമ്പത്തിക നഷ്ടം കൂടും. പിന്നെ അതിന്റെ പുറകെ പോകണം. ഇത്രയും പശുക്കളുടെ ഇടയിലാകുമ്പോൾ നമുക്ക് അതിനെ അത്രയും കെയർ ചെയ്യാൻ ഒക്കാതെ വരുന്ന അവസ്ഥകൾ വരും. കാലാവസ്ഥയുടേതും പല കാരണങ്ങളും വരുന്നു. അങ്ങനെ വന്നപ്പോൾ അങ്ങനെ 1-2 വട്ടം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ബാക്കി അകടി വീക്കോ അതേമാതിരി ഉള്ളതെന്നൊക്കെ പറഞ്ഞാൽ ഈ വലിയ നഷ്ടം വരുന്നില്ല. ഒരു 1-2 ദിവസത്തെ ഉൽപാദനം കുറയും എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ഇവിടെ അങ്ങനെ കാമ്പ് പോയതോ അല്ലെങ്കിൽ അങ്ങനെ ചന പിടിക്കാതോ അങ്ങനെ നഷ്ടങ്ങളൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല. നമ്മുടെ എല്ലാ പശുക്കൾക്കും ചന പിടിക്കുന്നുണ്ട്, കറക്റ്റ് 1 ലക്ഷത്തിൽ കുത്തിവെക്കുന്നുണ്ട്, ചന പിടിക്കുന്നുണ്ട്. ഒറ്റകാലം 7 മാസം തൊട്ട് കൊടുക്കണം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയൊക്കെ 8 മാസം കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും കറവ് വിടുന്നത് തന്നെ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ദോഷം വന്നിട്ടില്ല. പിന്നെ ഈ ചൂട് സമയത്ത് കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര ചൂടല്ലായിരുന്നു? ആ ചൂട് സമയത്ത് ഇവരെയൊക്കെ എങ്ങനെ ഈ ക്രമീകരണം തന്നെ അന്നേരം ഫാൻ ഇട്ടിട്ടുണ്ടെന്നല്ല ചൂട് കുറയ്ക്കാന്? ഫാൻ ഏത് സമയം, അത് ചൂടാണെങ്കിലും വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഫാനുണ്ട്. ആണല്ലേ? പിന്നെ ഈ കുളിപ്പീര് 3 നേരം ഉണ്ട്. പിന്നെ പെല്ലറ്റൈറ്റും കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം വലിയ അണപ്പോ കാര്യമോ ഇവിടെ ഉണ്ടായിട്ടില്ല. വലിയ ഉൽപാദനത്തിൽ കുറവ് വന്നിട്ടില്ല. എങ്കിലും 10 ലിറ്റർ പാല് കറക്കുന്ന പശുക്കൊക്കെ ഒരു 1.5 ലിറ്റർ പാലിന്റെ ഒക്കെ ഉൽപാദനം കുറഞ്ഞിട്ടുണ്ട്. ചൂട് സമയത്ത് കുറവാണ്. ഈ ചൂട് സമയത്ത് ഇവര് വെള്ളം കൂടുതൽ കുടിക്കുവോ? വെള്ളം കുടിക്കും. ഇവർക്ക് പച്ചവെള്ളം കൊടുക്കും. പച്ചവെള്ളം തന്നെ. പിന്നെ കൂടുതലും ചൂട് ബാധിക്കുന്ന ഈ സുപ്രീം കൊടുക്കുമ്പോഴാ കതപ്പുണ്ടാകുന്ന പശുക്കൊക്കെ. ഞങ്ങളത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പശുവിന് കതപ്പെന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. നോർമലായിട്ട് ഇതേ കണ്ടീഷനിൽ നിൽക്കത്തുള്ളൂ. ഏത് കമ്പനിയുടെ സാധനം നമ്മളിപ്പോ കൊടുക്കുന്നത്? ഏത് കമ്പനിയാണ് പൊടി കൊടുക്കുന്നത്? ASന്റെ ധാന്യപ്പൊടിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ആണ് അവര്. ഏത് കമ്പനി? അവർ ഡയറക്റ്റ് ആണ് ധാന്യപ്പൊടി. അതിനകത്ത് കമ്പ് പൊടി 45 കിലോയുടെ ബാഗാണ് വരുന്നത്. 15 കിലോ കമ്പ്, 15 കിലോ ചോളം. ഈ കമ്പെന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ ഈ പനയുടെയാണോ? അല്ലല്ല, അതെന്തോ ഒരു ധാന്യത്തിന്റെ ആണ് കമ്പ് പൊടി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 15 കിലോ ചോളം, വൻപയർ, ഉഴുന്ന്, മക്കച്ചോളം, അതെല്ലാം കൊണ്ട് 15 കിലോ ആക്കി. അങ്ങനെ 45 കിലോ പറഞ്ഞ് പൊടിച്ചു വരുന്ന സാധനമാണ്. അതിന്റെ പൊടിയും തവിടും പൊടിയും എല്ലാം കൂടെ ചേർന്ന് ധാന്യം മൊത്തത്തിൽ പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ വില 1,300 രൂപ 45 കിലോയ്ക്ക് ഇവിടെ കിട്ടുന്ന ഇവിടെ കൊണ്ടുതരും. അല്ലാതെ നിങ്ങൾ കടകളിൽ പിന്നെ മേടിക്കുവാണെങ്കിൽ അതിൽ കൂടുതലാണ്. രണ്ടാമത് എള്ളും പിണ്ണാക്ക് ഡയറക്റ്റ് അവർ കൊണ്ട് തരുന്നതുകൊണ്ട് 1,600 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്, 650 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എള്ളും പിണ്ണാക്കെല്ലാം പൊടിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് 1,650 രൂപ ആകുന്നു. പരുത്തിക്കുരു 1,800 രൂപ ആ റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ അത് കൊണ്ടുവരുന്ന മാസത്തിൽ വരുമോ അതോ എങ്ങനെ? ഇല്ല, അവരെ അനുസരിച്ച് വരുവാണ്. അല്ലെങ്കിൽ അവരുടെ ലോഡ് വരുമ്പം അതിലെ സ്ഥലം ഉള്ളതിന്റെ അനുസരിച്ച് അവർ ബാക്കി സാധനം കയറ്റി വിടും. ഇവിടെ വന്ന് ഇറങ്ങി അൺലോഡ് കഴിഞ്ഞിട്ട് പിന്നെ പേയ്മെന്റ് അയച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് അത് കുഴപ്പമില്ല. അവിടെ നിന്ന് വരുന്നതുകൊണ്ടാണ്. നമ്മുടെ ഇവിടെ നിന്ന് ലോക്കലായിട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ 2,000-ന് മേളിൽ വിലയാണ്. അത്ര വില ഉണ്ടല്ലേ? പിന്നാക്കം ഇവിടുന്ന് എടുത്തത് സൊസൈറ്റിയെ ആശ്രയിച്ച് നിൽക്കുവാണെങ്കിൽ ഒരു വിജയവും ഇല്ല. ഇത് നമ്മൾ സ്വയം കഷ്ടപ്പെട്ട് കവറടിച്ച് കടകളിൽ പായ്ക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പിടിച്ചു നിൽക്കുന്നത്. സൊസൈറ്റി മാത്രം പാല് കൊടുക്കാൻ പോയാൽ 45 രൂപ അല്ലെങ്കിൽ 47 രൂപ ഇത്ര കിട്ടുള്ളൂ. ആ വില 44 മുതൽ 48 രൂപയ്ക്കകത്താണ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 1 ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കാൻ എങ്ങനെ കണക്ക് കൂടിയാലും 50 രൂപയിലും വരും. നിങ്ങൾ റീറ്റെയിൽ കൊടുക്കുന്ന 56 രൂപയ്ക്കും 60 രൂപയ്ക്കും 60 രൂപയ്ക്കും വെച്ചാണ് കൊടുക്കുന്നത്.
56 കടകൾക്ക് 56, കടകളിന് 56, 56 വീടുകളിൽ 60, 60 1 ലിറ്ററിന്. 1 ലിറ്റർ. 1 ലിറ്ററിന് 2 കവർ വരും അല്ലേ? 2 ലിറ്ററിന്റെ പാക്കറ്റാണ്. 1 ലിറ്റർ. അത് ഡെയിലി 100-400 കവറോളം അടുപ്പിച്ച് പോകുന്നുണ്ട്. രാവിലെ വൈകിട്ടൂടെ ആണോ? രാവിലെ വൈകിട്ടൂടെ. അപ്പൊ അത് ഓർഡർ ഉണ്ടോ? കടക്കാരെ ഓർഡർ ഉണ്ട്. നമുക്ക് സാധനം തികയുന്നില്ലെന്നുള്ളൂ. പാല് ഇപ്പം എങ്ങനെ പോയാലും ഒരു 20-30 ലിറ്റർ പാല് ഷോർട്ടേജാണ്. ഹർത്താലോ അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാല് ഇതിനെ കച്ചവടത്തിനെ ബാധിക്കും? അങ്ങനെ ചെയ്യുന്ന കച്ചവടത്തിനെ ബാധിക്കുന്ന വെച്ചാൽ രാവിലത്തെ കച്ചവടത്തെ ബാധിക്കാറില്ല, ഉച്ചയ്ക്കത്തെ കച്ചവടത്തെ ബാധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഈ എമർജൻസി ആയിട്ട് ഇങ്ങനെ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ എന്നാ ചെയ്യും? ഞങ്ങൾ കൊടുക്കുന്ന കടക്കാര് തന്നെ ഉച്ചയ്ക്ക് അത് മേടിച്ചു വെക്കും. മേടിച്ച് അവർ വൈകിട്ട് അവർ കച്ചവടം ചെയ്യുന്നുണ്ട്. കച്ചവടം ചെയ്യുന്നവരുണ്ട്. ചിലര് രാവിലത്തേക്ക് അവര് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊടുക്കും. നമ്മൾ കൊടുക്കുന്ന കടക്കാര് നമുക്ക് നല്ല സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉത്പാദിപ്പിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്യാനൊന്നും മാർഗമില്ലല്ലോ. തൈരാക്കോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. സമയം കാണത്തില്ലോ? സമയമില്ല. പാല് കറക്കോ ഉത്പാദിപ്പിക്കുന്ന പാല് തികയുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മുടെ എന്നാ പറയുന്ന പുതിയതായിട്ട് വരുന്ന കർഷകരുണ്ടല്ലോ, കുറച്ച് അതായത് 2-3 പശുക്കളെയൊക്കെ വളർത്തുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്തോ? എങ്ങനെ ലാഭകരമാണോ? 2-3 എന്ന് പറഞ്ഞാൽ ഞാൻ പശു എന്താ വന്നത് എനിക്കറിയത്തില്ലായിരുന്നു. എന്റെ വീട്ടിൽ വെച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ 17 വയസ്സായപ്പോ ഞാൻ തുടങ്ങിയതാണ്. ആദ്യം എരുമയിൽ നിന്നുമാണ് ഞാൻ തുടങ്ങുന്നത്. പശുകൃഷിയാ പറഞ്ഞത് കുറച്ചു കാലം മുന്നേന്ന് പറഞ്ഞല്ലേ? എരുമ നേരത്തെ ഉണ്ടായിരുന്നല്ലേ? ആദ്യം ഞാൻ തുടങ്ങുന്ന എരുമയാ. അതിങ്ങനെ ഉണ്ടായിരുന്നു. ആദ്യം 2-3 എണ്ണം അന്ന് ഭർത്താവുള്ള സമയമാണ്. 2-3 വർഷം. എത്ര വർഷത്തിന് മുമ്പേ? ഏകദേശം 24 1974 76 ആയപ്പോ ഇതിൽ തന്നെ ആയി ഞാന്. എത്ര എരുമ ഉണ്ടായിരുന്നു? എരുമ ആദ്യം 4-5 എണ്ണം വരെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒറ്റയ്ക്കാണ്. പുള്ളി രാവിലെ റബ്ബർ വെട്ടിന് പോകും. പിന്നെ വല്ല കപ്പത്തടിയോ ഇതുണ്ടെങ്കിൽ എടുത്തോണ്ടും വരും. പുള്ളി വെട്ടും, കുഞ്ഞുങ്ങളുടെ നോട്ടും, ഇതുങ്ങളെ കുളിപ്പീരും എല്ലാം ഞാൻ തന്നെയാണ് അന്ന് ചെയ്യുന്നത്. കറവ പിന്നെ പുള്ളി ചെയ്യും. അങ്ങനെ വന്ന് അത് നിർത്തി കഴിഞ്ഞ് പുള്ളി മരിച്ചു കഴിഞ്ഞാണ് ഞാൻ പശുവിലോട്ട് കയറുന്നത്. പിന്നെ എരുമയെ വളർത്തുന്നതാണോ പശുവിനെ വളർത്തുന്നതാണോ ലാഭകരം? എനിക്ക് പശുവാ ലാഭം തോന്നി. ആണല്ലേ? അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴായാലും നമ്മുടെ കൂടെ സഹകരിക്കുന്ന നമ്മുടെ പശുക്കളാണ്. എന്താന്ന് വെച്ചാൽ ഒരു അരുതാഴ് വന്നു ഒരു നേരത്തെ മരുന്ന് കൊടുക്കണമെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കണ്ട എനിക്ക്. പക്ഷെ എരുമയെന്ന് പറഞ്ഞാൽ അതല്ല. അങ്ങനെ പെട്ടെന്നുള്ള ഒരു രീതിയിൽ എരുമയെ ഒക്കത്തില്ല. ഇണങ്ങും അവര്. കൈകാര്യം ചെയ്യാൻ പ്രയാസം. കുളിപ്പിക്കുകയും ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ ഈ ഒരു അരുതാഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ്. അരുതാഴി തന്നെയല്ലേ എരുമയ്ക്കുള്ള ദോഷം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു. ഞാനോ കറക്കാനൊക്കെ ഒത്തില്ല. അങ്ങനെയുണ്ടല്ലേ? എനിക്ക് വയ്യാതെ വന്ന് വേറൊരാൾ എന്നാൽ അത് കറക്കാൻ സമ്മതിക്കത്തില്ല. ഇത് പ്രകാശൻ എന്തെങ്കിലും എമർജൻസി ഉണ്ടെന്ന് വിചാരിച്ചു, എവിടെ എന്തെങ്കിലും കാര്യമുണ്ട്. അപ്പൊ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? കറവയുടെ കാര്യങ്ങൾ എത്ര എമർജൻസി വന്നാലും ഒരു കല്യാണമോ മരണമോ വന്നാൽ ആ സമയത്ത് പോകാൻ പറ്റത്തില്ല. കറവ സമയത്ത് ഇപ്പം എരുമയല്ല പശുക്കളാണെങ്കിൽ പോണക്കും. ചില പശുക്കളെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ സമ്മതിക്കാത്ത പശുക്കൾ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പൊതുപരിപാടികൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല, പോകാൻ ബുദ്ധിമുട്ടാണ്. ഇത് മാത്രം ആശ്രയം. പിന്നെ പശുക്കളിൽ ചില ഈ ഗീറിന്റെ ക്രോസ് ഉള്ളതൊക്കെ ആണെങ്കിൽ അത് ഒരാളടുത്തോ കൂടുതലും ഇണങ്ങത്തുള്ളൂ. അങ്ങനെയുണ്ടല്ലേ? അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കറവക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവൂല. അല്ലെങ്കിൽ സ്ഥിരം കറവക്കാർ വേണം. അത് കറവക്കാർ പലയിടത്ത് കറന്നു വരുന്ന കാരണം അത് അസുഖങ്ങൾ കൂടാനും അകടുവീക്കം കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഇവിടെ പുറത്തുനിന്ന് കറവക്കാരെ കയറ്റുമോ ഒന്നുമില്ല. ഫാമിൽ പണിയുന്ന ആളെ മാത്രം ഹെൽപ്പ് ചെയ്യും മാത്രം. നമ്മള് മാനുവലായിട്ട് കൈകൊണ്ട് തന്നെ കറക്കാനുള്ള കാരണം എന്താ? മെഷീൻ ഉപയോഗിച്ചതാണ്. അപ്പം അകടുവീക്കം പകരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ സൈലന്റ് ആയിട്ടുണ്ടാകുന്ന അകടുവീക്കം മെഷീൻ വെച്ചാൽ എളുപ്പം അറിയാനൊക്കുന്നില്ല. അപ്പൊ ആ മെഷീൻ ഉപയോഗിച്ചിട്ട് അത് അടുത്ത പശുവിനോട്ട് മാറ്റുമ്പോൾ അതിനും പകരുവാണ്. ഈ സ്റ്റാർട്ടിങ്ങിൽ വന്ന പശുവിന് രാവിലെ ആരംഭിച്ച പശുവിന് ഉച്ചയാകുമ്പോൾ ഇത് വല്ലാതെ കൂടിപ്പോകും. ഇത് കൈക്ക് കറക്കുമ്പം നമുക്ക് കറക്റ്റ് എന്തേലും ചെറിയൊരു കംപ്ലൈന്റ് വന്നാൽ മനസ്സിലാവും. അപ്പം തന്നെ അതിനെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ തന്നെ അകടുവീക്കം മാറും. പകരുമില്ല, അങ്ങനെയുള്ള ഒരു ഗുണമുണ്ട്. പക്ഷെ താമസം ഉണ്ടെന്നേ ഉള്ളൂ. കറവ സെയിം ടൈമിലൊന്നും വലിയ വ്യത്യാസമില്ല. പക്ഷെ നമുക്ക് മനുഷ്യൻ ആയാസം കൂടുന്നു. ഒരു അരുതാഴിക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക്
നമുക്കൊരു അസുഖം വന്നാലും നമുക്ക് അതിന് ഒരു റെസ്റ്റ് എടുക്കാൻ ഒക്കത്തില്ല. ആ സമയത്ത് അകത്ത് കാണും. ഇവിടെ കറവ മെഷീൻ ഇരിപ്പുണ്ടല്ലോ അല്ലേ? ഇരിപ്പുണ്ടല്ലോ അല്ലേ? പിന്നെ ഇതിനകത്ത് എനിക്ക് നേരത്തെ നമ്മൾ സംസാരിച്ച സമയത്ത് എന്നോട് ഈ ആയുർവേദ മരുന്നോ അങ്ങനെ കണ്ട ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതെന്താ മറന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? ആയുർവേദ മരുന്ന് എൻ്റെ ഒരു പശുവിന് 7 പ്രാവശ്യം കുത്തിവെച്ചാണ് ചന പിടിക്കാതെ. എന്നിട്ട് അതിന്റെ യൂട്രസ് വാഷ് ചെയ്തും ഹോർമോൺ ഇഞ്ചക്ഷൻ എടുത്തും എല്ലാം നോക്കിയതോ 1 വർഷത്തോളമായി അത് പ്രസവിച്ചിട്ട് ചന പിടിക്കാതെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ മുഖേന ഞാൻ അറിഞ്ഞിട്ടാണ് ചേർത്തലയിലെ ഹരിവൈദ്യർ എന്ന് പറയുന്ന തരൂരാണ് പുള്ളിയുടെ വീട്. അരൂരാണോ? ഹരിവൈദ്യൻ. പുള്ളി പറയുന്ന ചർമ്മോഴ, തൈലേറിയ, കൊളുമ്പ് രോഗത്തിന്റെ എല്ലാം മരുന്ന് പുള്ളിയുടെ കയ്യിലുണ്ടെന്നാണ്. പക്ഷെ ചന പിടിക്കാത്തൊരു കേസ് കേട്ടിട്ട് നമുക്കൊരു മരുന്ന് അയച്ചു തന്നു. കറക്റ്റ് വൈദ്യരെ പറഞ്ഞ മാതിരി 15 ദിവസം മരുന്ന് കൊടുത്തു. പശു ഹീറ്റ് കാണിച്ചു. ആ 15-ാം പക്കം കുത്തിവെച്ചു. പിന്നെ 30 ദിവസം കൂടെ മരുന്നൊക്കെ കൊടുക്കേണ്ടതായിട്ട് വന്നു. പശുവിന്റെ ചന പിടിക്കുകയും ചെയ്തു. മറ്റുള്ള രോഗങ്ങൾക്ക് അത് നോക്കിയിട്ടുണ്ടോ? ഇല്ല, നോക്കിയിട്ടില്ല. ഈ വിവരം അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും പ്രപ്പോസ് ചെയ്താ മരുന്ന് കൊടുത്തോ? എന്റെ കൂട്ടുകാർക്ക് വേറെ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവർക്കൊക്കെ എങ്ങനെയുണ്ട് ചെയ്തിട്ട്? അവർക്കും സക്സസ് ആയോ? ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇല്ല, നമുക്ക് ഓക്കെയാണ്. നിൽക്കുന്ന പശു അത് തന്നെയാണ്. ആണല്ലേ? 1 വർഷമായി ആണല്ലേ അവിടെ പ്രസവിച്ചിട്ട്. ഇപ്പവും കറവയുണ്ട്. ആണല്ലേ? ഇപ്പോൾ അതിന് 7 പാലോളം രാവിലെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ കൊടുക്കാതെ തന്നെ നിർത്താൻ കാര്യം. ഈ പശു വളർത്തലല്ലേ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും വർഷം ചെയ്തതല്ലേ? പശു വളർത്തലിലോ എരുമ കൃഷിയിലോ എരുമ വളർത്തലിലോ എന്തെങ്കിലും പ്രത്യേക ഒരു അനുഭവം, അതായത് എടുത്തു പറയത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടായ ഓർമ്മയുണ്ടോ? രോഗത്തിന് വന്നതേ ഉള്ളൂ. അത് എണ്ണയ്ക്ക് കൂടി കഴിഞ്ഞ് ഞങ്ങൾക്ക് സംഭവിച്ചത് പലയിടത്തും വന്നു കഴിഞ്ഞു. അല്ലാതെ ഞാൻ സ്വയം വളർത്തിക്കൊണ്ടിരുന്ന സമയം എനിക്ക് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു അകടിവീക്ക് എണ്ണ എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. പ്രകാശ്, ഈ പുറത്തുനിന്ന് പശുക്കളൊക്കെ നിങ്ങൾ കൊണ്ടുവരുമല്ലോ, അത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എങ്ങനെ അപ്പൊ അതിന് പകർച്ചവ്യാധി ഉണ്ടോ അല്ലെ മറ്റുള്ള രോഗങ്ങളോ? ഇതിനെ ഒന്നിച്ച് കെട്ടുമോ അതോ മാറ്റി നിങ്ങൾ അതിനെ നിരീക്ഷിച്ചിട്ട് അതിനകത്ത് കെട്ടുള്ളൂ? എങ്ങനെ അതിന്റെ കാര്യം ഒന്ന് പറയാമോ? ഞാൻ നമ്മുടെ കേരളം വിട്ട് പശുക്കളെ എടുക്കാറില്ല. അങ്ങനെ ചെയ്യാറില്ല. പിന്നെ അറിയാവുന്നിടത്തുനിന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വാങ്ങിയില്ലെങ്കിലും ഇപ്പൊ കേരളത്തിൽ തന്നെ വാങ്ങിയാലും ചിലപ്പം മറ്റുള്ള പശുക്കളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന പശുക്കൾ കാണുമല്ലോ, അങ്ങനെയുള്ളതൊക്കെ കൂടുതൽ അന്വേഷിച്ചിട്ടേ വാങ്ങത്തുള്ളൂ. അങ്ങനെ അതെ, നമുക്ക് അത്ര പരിചയമുള്ളിടത്തുനിന്ന് മാത്രമേ മേടിക്കാറുള്ളൂ. എങ്കിലും ചിലതിന് അനാപ്ലാസ്മയുടെ ആരംഭം കണ്ടിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ സംശയം വന്ന ഉടനെ ബ്ലഡ് ചെക്ക് ചെയ്യും. ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും അനാപ്ലാസ്മയോ തൈലേറിയോ ഇത് 2 മെയിൻ ചെക്ക് ചെയ്യാറുള്ളൂ. ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇഞ്ചക്ഷൻ എടുക്കും. അതെവിടെയാ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്? എവിടെയാ? ഐവിറ്റിന്റെ ലാബിൽ ഐവിറ്റുകാർ വന്ന് ചെക്ക് ചെയ്യുവാണ്. ഇവിടെ വന്ന് എടുക്കുവാണോ? ഇവിടെ വന്നെടുത്ത് ഇവിടെ ചെന്നൈ ടെസ്റ്റ് ചെയ്യും? അല്ലല്ല, അവര് ബ്ലഡ് എടുത്ത് എറണാകുളത്തിന് അയക്കും. അവിടുന്ന് എത്ര ദിവസത്തിനകത്ത് റിസൾട്ട് വരും? ഇന്ന് ബ്ലഡ് എടുത്താൽ നാളെ വൈകിട്ട് റിസൾട്ട് കിട്ടും. അപ്പൊ എവിടെ അവരുടെ ലാബ്? ഇവിടെ നമുക്ക് അവിടെ അടുത്ത് എവിടെയാ ഉള്ളത്? നമ്മൾ അവരെ കോട്ടയത്തുണ്ട് അവരുടെ ഓഫീസ്. അവരെ വിളിച്ചാൽ അവര് വരുമ്പോ ഇവിടെ വന്ന് സാമ്പിൾ എടുത്തോണ്ട് പോകണം. അപ്പൊ ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്യണമെങ്കിലേ അതിന് ഇതിന്റെ പരവുകളിലൂടെ എത്ര രൂപ ചാർജ് വരിക? ഒരു പശുവിന് 300 രൂപ വെച്ചാവും. ഒരു പശുവിന്? അപ്പൊ അതിന് 300 രൂപയ്ക്ക് അവരുടെ ട്രാവലിംഗ് എക്സ്പെൻസും ടെസ്റ്റിംഗ് ചാർജും എല്ലാം അവര് ചെയ്തു തരും. വലിയ ചാർജ് അല്ലല്ലോ സത്യം പറഞ്ഞു. അവര് വരുമ്പോ 6-7 പശുവിനെ ആയിരിക്കാം. സംശയമുള്ളതിനെല്ലാം നോക്കും. അങ്ങനെ ഉണ്ടല്ലോ, ഒന്നിനായിട്ട് വരുമല്ല? ഒന്നിനായിട്ടല്ല, ഇവിടെ വന്നേക്കുന്ന 6 എണ്ണം സംശയമുള്ള ഏതെല്ലാം നമ്മളിപ്പം പുതിയതായിട്ട് പശുക്കളെ എടുത്തെങ്കിൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു പശുവിന് ക്ഷീണമോ ഒരു തളർച്ചയോ തോന്നിക്കുന്നെങ്കിൽ നമ്മൾ ആദ്യമേ ഡോക്ടറെ കാണിക്കും. അപ്പം മരുന്ന് കൊടുത്തിട്ടും പശു അങ്ങോട്ട് ആക്റ്റീവ് ആകുന്നില്ലെങ്കിൽ പിന്നെ ഐവിറ്റിനെ കൊണ്ട് ചെക്ക് ചെയ്യിക്കും. അടുത്ത ദിവസം അങ്ങനെ ചെക്ക് ചെയ്ത് 6 പശുവിന് തൈലേറിയ 1+ കാണിച്ചു. 6 ട്രീറ്റ്മെന്റ് ചെയ്തു. ഈ 1+ ഉദ്ദേശിക്കുന്ന അതിന്റെ കോഡ്? അതിന്റെ 1+ എന്നുള്ള അത്ര അതിലുണ്ടെന്നാണ്. അക്കൗണ്ടാണ്. അപ്പൊ അതിപ്പോ ഇവിടുത്തെ ഡോക്ടർമാർ പറയുന്നത് കുഴപ്പമില്ല, കേരളത്തിൽ ഏതിനെ ചെക്ക് ചെയ്താലും 1+ കാണുമെന്ന്. അങ്ങനെയാണ്. തൈലേറിയുടെ ഒരു ഇഞ്ചക്ഷൻ തന്നെ 1200 രൂപ വിലയാണ്. അത്രയും കോസ്റ്റ്ലിയാണ്. നിങ്ങളിപ്പോ ഈ ഇത്തരം പശുക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനെ ഇൻഷുർ ചെയ്യുക അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഫുള്ള് പശുവിനെ ഇൻഷുറൻസ് ചെയ്തിട്ടില്ല. 5-6 പേരെ ഇപ്പം ചെയ്തിട്ടുണ്ട്. പ്രീമിയം കൂടുതലാണ്. പിന്നെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പശു മരണപ്പെട്ടാൽ അപ്പം അതിന്റെ ക്ലെയിം കിട്ടും. അതല്ല ചന പിടിക്കാതോ അല്ലെ അകലവീക്കത്തിലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടണമെങ്കിൽ ഭയങ്കര നൂലാമാല അതിന്റെ പുറകെ പോകണം. അതിലുമ്പോ ചെയ്യാതിരിക്കുന്നതായിരിക്കും. അപ്പൊ ഒരു 12 ലിറ്റർ പാല് കിട്ടുന്ന പശുവിനെ 60,000 രൂപയുടെ ഒരു പശുവിനെ ക്ലെയിം ചെയ്യണമെങ്കിൽ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ 3,500 രൂപ
ഒരു വർഷത്തേക്ക്. ഇത്തരം പശുവിനെ ചെയ്യാൻ പോകുമ്പോൾ തന്നെ രൂപ ഒത്തിരിയാവും. അപ്പോൾ അതിൻ്റെതായിട്ടൊരു ഗുണമില്ല, അതുകൊണ്ട് ചെയ്യാത്തത്. പിന്നെ എന്തെങ്കിലും നമുക്ക് എന്നാ പറയുന്നത്, മൃഗാശുപത്രിയിൽ നിന്നോ മറ്റുള്ള കൃഷിഭവനിൽ നിന്നോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ഇതിന് വേണ്ടിയുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ, അല്ലെ ക്ഷീരവകുപ്പ് ഉണ്ടല്ലോ, എന്താ അതിന് പറയുന്നേ, വികസന വകുപ്പ്, അപ്പൊ അവരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ, നമ്മൾ എന്തെങ്കിലും അഡ്വൈസ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? നമ്മുടെ മൃഗാശുപത്രിയിൽ നിന്നും മരുന്നിന്റെ കാര്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി കേസ് കിട്ടിലൊക്കെ അവർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. രാജു ഡോക്ടറെ സപ്പോർട്ട് നേരത്തെ ഇരുന്ന രാജു ഡോക്ടറും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ എന്നുള്ള ക്ഷീരവികസന വകുപ്പായിട്ട് ഞാൻ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. അവരോരോ ആനുകൂല്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്, നമ്മളത് പക്ഷെ ചെയ്തിട്ടില്ല. അപ്പം വകുപ്പിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഡയറി പാൽ എത്ര അളന്നു, ഇത് അങ്ങനെയുള്ള ഇതാണ് അവരുടെ മാനദണ്ഡം. കൂടുതലും അതാണെന്ന് തോന്നുന്നു. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, ഞാനൊന്നും എടുത്തിട്ടുമില്ല. പിന്നെ അതുപോലെ ഇപ്പൊ ഈ കൂടിന്റെ കാര്യം എക്സ്പാൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? ഒരു കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാനിങ് ഉണ്ട്. അപ്പൊ ഈ വർഷം ഒന്ന് ക്ഷീരവികസന വകുപ്പിൽ സംസാരിച്ച് നോക്കണം എന്തെങ്കിലും സാമ്പത്തിക സഹായം ഉണ്ടോന്നുള്ള കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങള് ഞാൻ ചോദിക്കുന്ന, അവര് ഇങ്ങനെ പശു വളർത്തുന്ന ആൾക്കാരെ കാര്യം പറഞ്ഞാൽ ഇപ്പം ഒരു മൃഗാശുപത്രിയുടെ കെയർ ഓഫ് നോക്കുവാണെങ്കിൽ നമുക്ക് 2-3, അതായത് 2-3 ആൾക്കാരെ കാണുള്ളൂ കുറഞ്ഞത്. ഇപ്പൊ ഒരു മൃഗാശുപത്രിയുടെ പരിധിയില് ഒരു ചെറുകിട, അതായത് വലിയ ലാർജ് സ്കെയിലല്ല, അല്ലാതെ ഒരു ആവറേജ് വളർത്തുന്നവർ വളരെ കുറവായിരിക്കും. അപ്പോൾ അവരൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ ഉള്ളവര് നമ്മളെ ഇങ്ങോട്ട് ബന്ധപ്പെടാറുണ്ട്. അങ്ങനെ ആൾക്കാരും പറഞ്ഞില്ല, അങ്ങനൊന്ന് കോണ്ടാക്ട് ചെയ്യും, ഇങ്ങനെ സംഭവങ്ങളുണ്ടെന്ന് ആരും പറയാറിയോ, ആ ഒരു വിസിറ്റിങ്ങിനൊന്നും വരാറുമില്ല ഇങ്ങോട്ട്. പഴയ ക്ഷീരവികസന വകുപ്പില് 23 ജയലക്ഷ്മി മാഡം ഒരു വട്ടം വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വിസിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ കോട്ടയം ജില്ലയിലെ അവരെ ഇങ്ങനെ പറയുന്ന കർഷകനെന്നുള്ള, മികച്ച കർഷകനെന്നുള്ള അങ്ങനെയുള്ള അവാർഡ് പരിഗണിക്കുകയോ അങ്ങനെ ചോദിക്കുക, അങ്ങനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. കഴിഞ്ഞ വർഷം സൊസൈറ്റിയിൽ കൂടുതൽ പാലളന്നതിന് ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകനുള്ള ബഹുമതി കിട്ടിയിട്ടുണ്ട്. അതേ ഉള്ളൂ. ഓക്കെ. പിന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അമ്മ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം അമ്മയുടെ ശിഷ്യനായിട്ടല്ലേ മോനിപ്പം നിൽക്കുന്നത്. അതെന്ന് പറഞ്ഞ പോലെ ചെറുപ്പക്കാർക്ക് ഒത്തിരി ആൾക്കാർ ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറ ഇങ്ങനെയുള്ള കൃഷിയിലോട്ട് ഇറങ്ങിയതിനെ വളരെ മടി കാണിക്കുന്നുണ്ട്. അപ്പം എന്നാലും ചില ആൾക്കാർക്ക് താല്പര്യമുണ്ട്, നല്ലോണം താല്പര്യമുണ്ട്. പുതിയ തലമുറ എന്ന് പറയുന്നത് കഷ്ടപ്പാടാണ് ഇത് കൂടുതൽ. നമ്മളെ തൊഴിലാളികളെ മാത്രം നിർത്തി നോക്കിയാല് നമ്മള് ഉറപ്പാണ്. നമ്മളുടെ കൂടെ ജോലി നമ്മൾ കൂടെ കഷ്ടപ്പെടണം. പക്ഷെ ഇന്നത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ അതിന് താല്പര്യപ്പെടുത്തില്ല. എന്താന്ന് വെച്ചാൽ ആദ്യത്തെ പുതുമോടിക്ക് അവര് 1 മാസം നിൽക്കുമായിരിക്കും കൂടെ. അത് കഴിയുമ്പോ അവർക്ക് അങ്ങോട്ടൊന്ന് പോകണം, അല്ലെങ്കിൽ മറ്റൊരിടത്ത് പോകണം. ഇത് കുഞ്ഞുങ്ങൾക്ക് വയ്യായെങ്കിൽ ഓട്ടോ വിളിച്ചു വിടും ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ സൺഡേ കഴിഞ്ഞേ ഞങ്ങൾ പോകത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ പകൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ട് കഴിയുമെങ്കിൽ പിറ്റേന്ന് എന്തായാലും ഒരു ആകാഴിക വരും. അതുകൊണ്ട് പുതിയ ഈ എടുത്തിയാട്ടത്തിൽ പോകുന്ന തലമുറയ്ക്ക് ഇത് പറ്റിയതല്ല. പൈസയുടെ മൂല്യം വെച്ച് കാൽക്കുലേഷൻ ചെയ്താല് പറയുന്ന ബെനിഫിറ്റ് കിട്ടുന്നില്ല. അതാണ് മെയിൻ. ഇപ്പൊ സാധാരണ ഒരു പണിക്ക് പോയി കഴിഞ്ഞാൽ 8 മണിക്ക് അല്ലെ 9 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 5 മണിക്ക് നിർത്തി 1000 രൂപ മുടക്ക് മുതല്. ഇപ്പം 10 പശു ഉണ്ടെങ്കിൽ ആവറേജ് ഒരു 6-7 ലക്ഷം രൂപയോളം അടുത്ത് വരും. പിന്നെ അതിന്റെ ഷെഡും കാര്യവും പിന്നെ നമ്മുടെ കഷ്ടപ്പാട് മാൻപവറോട് വെച്ച് നോക്കുമ്പോൾ അത്രയും ബെനിഫിറ്റ് കിട്ടത്തില്ല. അങ്ങനെ കണക്ക് കൂട്ടുന്നവർക്ക് തുടങ്ങാൻ ഒക്കത്തില്ല. അതാണ് ഇതിലേറ്റവും. പശുക്കൾക്ക് അസുഖങ്ങൾ വരാതിരിക്കുക, ലോക്കൽ സെയിൽ ജാസ്തി കിട്ടുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമില്ലാത്ത കൊണ്ടുപോകും. അതുകൊണ്ടാണ് കൂടുതലും അതിനെ ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും. അല്ലാന്ന് വെച്ചാൽ 1 വർഷമായി 7 മാസമൊക്കെ ചനയുള്ള പശുവിന് ഇപ്പോഴും 7ഉം 5ഉം പാല് 2 നേരവും കൂടെ ഞങ്ങൾ കറക്കും. രാവിലെ 7, ഉച്ചയ്ക്ക് 5. അത് ഞങ്ങളുടെ നോട്ടത്തില്ല. മറ്റൊരാളുകാരെന്ന് പറഞ്ഞാൽ 3 മാസം ആകുമ്പം കറവ് കിട്ടും. അവര് ഇപ്പോൾ തന്നെ കുടി കൊടുക്കുന്നു. വലിക്കുന്ന സാമർഥ്യമുള്ളവര് വലിച്ചു വെച്ച് കഴിഞ്ഞു. അങ്ങനെ ഉണ്ടല്ലേ? പിന്നെ നമ്മൾ വലിച്ചു വെച്ചത് അവനവന് കൊടുക്കുന്ന പാത്രത്തിൽ നല്ലാതെ വലിക്കും. ചില എളുപ്പം കഴിക്കും. അടുത്ത് നിൽക്കുന്നവർ കഴിച്ചിട്ടില്ലെങ്കിൽ കൂടെ നിൽക്കണം നമ്മൾ കൂടെ അവരെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ നിൽക്കുന്ന ഇഷ്ടമല്ല. അഥവാ അവര് ഇതൊന്നും കഴിച്ചില്ല എങ്കിൽ എന്റെ കണ്ണുക പങ്കുണ്ടല്ലോ, അത് എളുപ്പം തിന്നുന്നതിന്റെ പാത്രം എടുത്ത് ഇപ്പറേ വെച്ചിട്ട് ഈ പാത്രത്തിൽ ഉള്ളതെടുത്ത്
തിന്നുന്നതിന്റെ മുമ്പിലോട്ട് വെച്ചു കൊടുക്കും. മറ്റേതിന്റെ മുമ്പിൽ കാലിപ്പാത്രമാ. ഞാൻ പക്ഷെ അതല്ല, ഞാൻ നോക്കി നിൽക്കും, ഞാൻ അവിടെ ഇരിക്കും. അവര് തിന്നു കഴിഞ്ഞിട്ടേ ഞാൻ മാറും. അന്നേരം ആ കറവയെങ്ങും കുറയുന്നില്ല. അതാണ് നമുക്ക് ക്ഷമയും സമാധാനവും ഉറക്കമുളപ്പും ഇതെല്ലാം ഉള്ള ഒരു ഇതാണ്. പിന്നെ അപ്പം പ്രകാശ്, അമ്മ ഇത്രയും നേരം വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മാടപ്പള്ളി പഞ്ചായത്തിലെ ഒരു മാതൃക കർഷകൻ എന്ന് പറഞ്ഞ രീതിയിലാണ് എന്നെ അവിടുത്തെ മൃഗ ആശുപത്രിയിലെ ഡോക്ടർ മാഡം എന്നെ പരിചയപ്പെടുത്തിയത്. ഞാനിവിടെ വന്ന് ആദ്യത്തെ ഒരു ദിവസം ഇവിടെ വന്ന് ഇത് കാണാൻ വന്നപ്പോൾ ഈ അമ്മയ്ക്ക് ഇപ്പോൾ അമ്മ ആക്റ്റീവല്ല, അമ്മയ്ക്ക് പനിയായിട്ട് വയ്യാതിരിക്കുകയാണ്. അമ്മയാണ് ഈ കാര്യങ്ങൾ മുഴുവനും ഹാൻഡിൽ ചെയ്യുന്നത്. അതിന് സപ്പോർട്ടായിട്ട് മകനും ഉണ്ട്, അതുപോലെ മരുമോളും ഉണ്ട്. അങ്ങനെ വീട്ടുകാരുടെ ഒരു കൂട്ടായ്മയാണ് ഇവരുടെ ഈ ഒരു വളർത്തലിന്റെ വിജയം നേടിയിട്ടില്ലമ്മേ. അതെ അതെ, എന്റെ കൊച്ചെന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഈ പ്രായത്തിൽ ഇപ്പം അവിടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇതിൽ ഇറങ്ങത്തില്ല, ചെറുപ്പക്കാരെ ഇല്ല. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ എന്റെ കൊച്ചെന്റെ കൂടെ ഉണ്ട്. കൊച്ചെന്ന് പറഞ്ഞ മരുമോളെ അവളെന്റെ കൂടെ നിൽപ്പുണ്ട്. ഈ പ്രായത്തിൽ ഒരു കുഞ്ഞുങ്ങളും ഇറങ്ങത്തില്ല. ഉറക്കം നിൽക്കാനായാലോ അല്ലെങ്കിൽ ഒന്ന് കഷ്ടപ്പെടാനായാലോ ഒന്നിനും ഇറങ്ങത്തില്ല. അവള് നല്ലപോലെ സപ്പോർട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഈ കുടുംബത്തിന്റെ ഒരു കൂട്ടായ്മയാണ് എല്ലാവരും ഒരു മനസ്സോടെ ഈ കൃഷിയിൽ അവർ അതായത് ഡെഡിക്കേറ്റ് ചെയ്ത് ഉള്ളൊരു കൃഷി ആയതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും പശുക്കളെ വെച്ച് ലാഭത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അല്ലേ പ്രകാശേ? അപ്പം എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ മംഗളങ്ങളും നേരുന്നു. ഇനി പുതിയ കന്നുകാലിക്കൂട് വികസിപ്പിച്ച് പുതിയ എക്സ്പാൻഡ് ചെയ്ത് വലിയൊരു കൃഷിയിലോട്ട് നിങ്ങൾ കടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ വിജയങ്ങളും ആശംസകളും നേരുന്നു. ശരി അമ്മച്ചി. ഓക്കെ.